ഹായ് സ്റ്റുഡൻസ്, ഞാൻ മുരുകൻ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിലെ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലുള്ള ചരിത്രം എന്ന സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്. ചരിത്രം എന്ന സബ്ജക്റ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആവുന്ന ആദ്യകാല സമൂഹങ്ങൾ, ഈ പാഠമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ആദ്യകാല സമൂഹങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് ഈ പാഠം വിവരിക്കുന്നത്. മനുഷ്യന്റെ ഉൽപ്പത്തി എപ്പോൾ തൊട്ട് തുടങ്ങി എന്ന് വെച്ചാൽ 36 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് മനുഷ്യൻ രൂപം കൊണ്ടത്. ഭൂമിയിൽ മനുഷ്യൻ രൂപം കൊണ്ടത് 36 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ്. ഈ മനുഷ്യൻ മൃഗതുല്യമായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്, മൃഗങ്ങളെ കൂട്ടായിരുന്നു ജീവിച്ചിരുന്നത്. ഇന്ന് കാണുന്ന നമ്മളെ പോലെയല്ല അവർ ജീവിച്ചിരുന്നത്, മൃഗങ്ങളെ പോലെയായിരുന്നു ജീവിച്ചിരുന്നത്. 4 കാലിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. ഈ മനുഷ്യരെ വിളിച്ചിരുന്ന പേരാണ് പ്രൈമേറ്റുകൾ. അവരെപ്പോഴാണ് ഉത്ഭവിച്ചെന്ന് വെച്ചാൽ 36 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ്. ഇപ്പൊ ചോദ്യം, 36 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ മനുഷ്യന്റെ പേരെന്ന് ചോദിച്ചാൽ പ്രൈമേറ്റുകൾ. ആദ്യമായി ഉണ്ടായ മനുഷ്യ വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതും പ്രൈമേറ്റുകൾ. 4 കാലിൽ സഞ്ചരിച്ചിരുന്ന മനുഷ്യ വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ അതും പ്രൈമേറ്റുകൾ. പ്രൈമേറ്റുകൾ കഴിഞ്ഞ് പിന്നെ വന്നത് ആരാണ്? 24 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ട ഹൊമിനോയിഡുകളാണ് രണ്ടാമതുണ്ടായ മനുഷ്യ വിഭാഗം. ഹൊമിനോയിഡുകൾ. ഇവർ രൂപം കൊണ്ടത് 24 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ്. ഈ 2 വിഭാഗവും 4 കാലിലാണ് സഞ്ചരിച്ചിരുന്നത്. 4 കാലിൽ. ഇവർക്കിടയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 2 മൃഗതുല്യമായ മൃഗങ്ങളെ പോലെയായിരുന്നു ജീവിച്ചിരുന്നത്. അതിനുശേഷം വന്നത് 5.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ടതാണ് ഹൊമിനോയിഡുകൾ പോലെ തന്നെ ഹൊമിനിഡുകൾ എന്ന്. ഹൊമിനിഡുകൾ. അത് 5.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് രൂപം കൊണ്ടത്. ഈ ഹൊമിനിഡുകളാണ് ആദ്യമായി നിവർന്ന് നടന്നിരുന്നത്. 2 കാലിൽ നിവർന്ന് നടന്നിരുന്ന മനുഷ്യരാണ് ഈ ഹൊമിനിഡുകൾ. അപ്പൊ ഇവരിൽ നിന്ന് വരുന്ന ചോദ്യമാണ്, 2 കാലിൽ നിവർന്ന് നടന്നിരുന്ന ആദ്യത്തെ മനുഷ്യ വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഹൊമിനിഡുകൾ. അപ്പൊ 2 കാലിൽ നിവർന്ന് നടന്നിരുന്ന മനുഷ്യരാണ് ഹൊമിനിഡുകൾ. ഈ ഹൊമിനിഡുകളും തമ്മിൽ തിരിഞ്ഞു പോയത്. 2 വാക്കുകൾ ഒരുപോലെ സാമ്യം തോന്നുന്നത് കൊണ്ട് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. 4 കാലിൽ നടന്നിരുന്ന മനുഷ്യവിഭാഗമാണ് ഹൊമിനോയിഡുകൾ, 2 കാലിൽ നടന്നിരുന്നതാണ് ഹൊമിനിഡുകൾ. ഈ ഹൊമിനിഡുകൾക്കും ഹൊമിനോയിഡുകൾക്കും ചില സവിശേഷതകൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് അവർക്ക് വലിപ്പം കൂടിയ തലച്ചോറാണ് ഉണ്ടായിരുന്നത്. ഈ ഹൊമിനിഡുകൾക്ക് എന്തുണ്ടായിരുന്നു? വലിപ്പം കൂടിയ തലച്ചോർ. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? ചുരുങ്ങിയ താടിയെല്ല്. മൂന്നാമത്തെ എന്താണ്? ചെറിയ പല്ലുകൾ. ഇരുകാലിൽ നിവർന്നു നടന്നിരുന്നു. നിങ്ങൾ ഇതൊക്കെ നോട്ടിലൊന്ന് കുറിച്ച് വയ്ക്കണം. ഇതൊക്കെ പോയിന്റ്സുകളാണ്. ഈ പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് വിവരിച്ച് ആൻസർ എഴുതേണ്ടി വരും. അപ്പോൾ ഹൊമിനിഡുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വലിപ്പം കൂടിയ തലച്ചോർ, ചുരുങ്ങിയ താടിയെല്ല്, ചെറിയ പല്ലുകൾ, ഇരുകാലിൽ നിവർന്ന് നടന്നിരുന്നു. ഇതാണ് ഹൊമിനോയിഡിൽ നിന്ന് ഹൊമിനിഡുകളെ വ്യത്യസ്തമാക്കിയ വ്യത്യാസങ്ങൾ. ഈ 4 വ്യത്യാസങ്ങളും പരീക്ഷ ചോദിക്കും. എങ്ങനെ ചോദിക്കും? ഹൊമിനോയിഡുകളും ഹൊമിനിഡുകളും തമ്മിലുള്ള വ്യത്യാസം വിവരിക്കുക. എന്തൊക്കെയാണ് വ്യത്യാസം? ഈ 4 വ്യത്യാസവും എഴുതണം. അത് കഴിഞ്ഞ് ഈ ഹൊമിനിഡുകളെ 2ആയി തരംതിരിക്കാം.
കാലത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവരെ രണ്ടായി തരംതിരിക്കാം. ഈ ഹൊമിനിഡുകൾ രണ്ടായി തിരിഞ്ഞു. ഒന്ന് വന്നിട്ട് ആസ്ട്രലോപിത്തക്കസ്, ആസ്ട്രലോപിത്തേക്കസ്, അക്ഷരത്തെറ്റില്ലാതെ എഴുതണം പരീക്ഷയ്ക്ക്. ആസ്ട്രലോപിത്തേക്കസും പിന്നെന്താണ് ഹോമോയും. ഈ ആസ്ട്രലോപിത്തക്കസ് ഉണ്ടായത് 5.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. അതുപോലെ വേറൊരു പ്രത്യേകത, ഇവരുടെ തലച്ചോറ് വന്നിട്ട് ചെറുതായിരുന്നു, ചെറിയ തലച്ചോറായിരുന്നു. ചെറിയ തലച്ചോറ് എന്ന് പറയാൻ കാരണം ഇവരുടെ ഫോസിലുകളിലെ തലയോട്ടി ചെറിയ തലയോട്ടിയായിരുന്നു, അതുകൊണ്ട് തലച്ചോറ് അതുപോലെ ചെറുതായിരുന്നു. പിന്നെ എന്താണ് പ്രത്യേകത? ഉന്തിയ താടി, ഉന്തിയ താടി. പിന്നെന്തായിരുന്നു? വലിയ പല്ലുകൾ. ഓക്കെ, അപ്പൊ ആസ്ട്രലോപിത്തക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസം വിവരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ്ട്രലോപിത്തക്കസിന്റെ പ്രത്യേകത അത് ഉണ്ടായത് 5.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. ചെറിയ തലച്ചോറാണ്, ഉന്തിയ താടിയാണ്, വലിയ പല്ലുകളാണ് ഉണ്ടായിരുന്നത്. നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് എഴുതിയ അത് ഹോമോയെ കുറിച്ചുള്ള വ്യത്യാസങ്ങളായി. ഈ 5ന്റെ പകുതി എത്രയാണ്? 5ന്റെ പകുതി 2.5, 2.5 അല്ലെ? 2.5 എന്ന് പറയുന്നത് എങ്ങനെ എഴുതണം? 2.5. അപ്പൊ 5.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ആസ്ട്രലോപിത്തക്കസ് എങ്കിൽ 2.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഹോമോ രൂപം കൊണ്ടത്. ഇനി ഇതിൻ്റെത് ചെറിയ തലച്ചോറാണെങ്കിൽ നേരെ അതിന്റെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി, വലിയ തലച്ചോർ. ഉന്തിയ താടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? ഉന്തിയ അതിന് നേരെ ഓപ്പോസിറ്റ് ചുരുങ്ങിയ താടി. വലിയ പല്ലുകളാണെങ്കിൽ നേരെ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ചെറിയ പല്ലുകൾ. അപ്പം ഈ ഒരു സെറ്റ് നിങ്ങൾ പഠിച്ചിട്ട് നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതിയാൽ മതി, ഇവർ തമ്മിലുള്ള വ്യത്യാസമായി. അപ്പൊ ആസ്ട്രലോപിത്തക്കസ് ഹോമോയും ആരിൽ നിന്ന് രൂപം കൊണ്ടതാണ്? ഹൊമിനിഡുകളിൽ നിന്ന് രൂപം കൊണ്ടതാണ് ആസ്ട്രലോപിത്തക്കസും ഹോമോയും. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇത് 5.6 ദശലക്ഷം ആണെങ്കിൽ ഈ 5ന്റെ പകുതി 2.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. ഇതിന് ചെറിയ തലച്ചോറാണെങ്കിൽ അതിന് വലിയ തലച്ചോറ്, ഉന്തിയ താടി, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചുരുങ്ങിയ താടി, വലിയ പല്ലുകൾ, നേരെ ഓപ്പോസിറ്റ് ചെറിയ പല്ലുകൾ. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റും. അപ്പൊ ഇത്രയും കേസുകൾ, ഇത്രയും മാത്രം പോരാ, ഇനി നമ്മൾ ഈ ഹോമോയുടെ 3 വിഭാഗം കൂടെ എഴുതുമ്പോഴാണ് ആദ്യകാല മനുഷ്യ വിഭാഗത്തെ കുറിച്ച് വിവരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് 6 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വന്ന് അതിന് ആൻസർ ആവുക. 6 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പ്രൈമേറ്റുകൾ എന്താണ്, അവരുണ്ടായ വർഷം, ഹൊമിനോയിഡുകൾ ഉണ്ടായ വർഷം, ഇവർ രണ്ടുപേരുടെയും പ്രത്യേകത 4 കാലിൽ സഞ്ചരിച്ചിരുന്നു, അതിനുശേഷം ഉണ്ടായതാണ് ഹൊമിനിഡുകൾ, അതുണ്ടായത് 5.6 വർഷം. ഇത് തന്നെയാണ് അവിടെയും വരുന്ന സെയിം വർഷങ്ങളാണ്. ഹോമിനോയിഡുകളുടെ 2 വിഭാഗമാകുമ്പോൾ ആസ്ട്രലോപിത്തക്കസ് എന്നുള്ളത് വരുന്നതേ ഉള്ളൂ. ഇത് 2ന്റെ വർഷം സെയിം തന്നെയാണ്. പിന്നെ ഹോമിനിഡുകൾ 2 കാലിലാണ് നിവർന്ന് നടന്നിരുന്നത്. ആസ്ട്രലോപിത്തക്കസും ഹോമോയും 2 കാലിൽ തന്നെയാണ് നിവർന്ന് നടന്നിരുന്നത്. പക്ഷെ ഇവരുടെ ശരീരഘടനയിൽ വ്യത്യാസമുണ്ട്. അത് ഇവയൊക്കെയാണ്. ഇനി അടുത്ത് നമുക്ക് ഹോമോയുടെ പ്രത്യേകതകൾ. ഹോമോയെ നമുക്ക് 3ആയി തിരിക്കാം. അപ്പൊ ഹോമോ മനുഷ്യ വിഭാഗത്തെ കുറിച്ച് വിവരിക്കാം, അല്ലെങ്കിൽ ഹോമോ വിഭാഗം എത്ര തരമുണ്ട്, ഏതെല്ലാം എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 3 തരമുണ്ട്. ഹോമോ വിഭാഗം എത്ര തരമുണ്ട്? 3 തരമുണ്ട്. അത് ഈ ഹോമോ തന്നെ ആദ്യം, എല്ലാത്തിന്റെ തുടക്കം ഹോമോ തന്നെ, അത് ആദ്യം മനസ്സിലാക്കിയിരിക്കുക. 3 തരവും ഹോമോയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ പേര് എന്താണ്? ഹോമോ ഹബിലിസ്, ഹബിലിസ്. രണ്ടാമത്തെ ഹോമോ ഇറക്ടസ്. മൂന്നാമത്തെ എന്താണ്? ഹോമോ സാപ്പിയൻസ്. ഈ ഹോമോ സാപ്പിയൻസ് ഇമ്പോർട്ടന്റ് ആണ്, അത് 1 വേർഡ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം
ആ ഹോമോസാപ്പിയൻസ് ആണ് വിവേകിയായ മനുഷ്യൻ. അപ്പം ആദ്യകാല മനുഷ്യരിലെ വിവേകിയായ മനുഷ്യൻ ആരായിരുന്നു ചോദിച്ചാൽ ഹോമോസാപ്പിയൻസ്. അതാണ് ഒൻവേടെ ക്വസ്റ്റ്യൻ ചോദിക്കും. അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് ആണ് ഹോമോ ഹബിലിസ്. ഹോമോ ഹബിലിസ് എന്താണ്? ഉപകരണങ്ങൾ, ഉപകരണങ്ങളുടെ നിർമ്മാതാവാണ്. ഉപകരണങ്ങൾ നിർമ്മാതാവ്, ഉപകരണ നിർമ്മാതാവ്. ഹോമോ ഇറക്ടസ് ആണ് നിവർന്ന് നടന്നിരുന്നത്. നിവർന്ന് ഇപ്പൊ നിവർന്ന് നടന്നിരുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഹോമോ ഇറക്ടസിന് പറഞ്ഞിരുന്നത്, ആ നിവർന്ന് നടന്നിരുന്ന ഹോമോ ഇറക്ടസിന് ഉപകരണങ്ങൾ നിർമ്മിക്കുവാനോ വിവേകത്തോടെ ചിന്തിക്കുവാനോ ഉള്ള കഴിവില്ലായിരുന്നു. വിവേകത്തോടെ ചിന്തിക്കാനുള്ള കഴിവ് ഹോമോ സാപ്പിയൻസിനായിരുന്നു. ഉപകരണങ്ങളൊക്കെ നിർമ്മിച്ചു തുടങ്ങിയത് ഹോമോ ഹബിലിസുകളായിരുന്നു. അങ്ങനെ ഹോമോയെ നമുക്ക് ഇങ്ങനെ മൂന്നായി തരംതിരിക്കാം. മൂന്ന് പേരും എളുപ്പമാണ്. ഹോമോയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഹബിലിസ്, ഇറക്ടസ്, സാപ്പിയൻസ്. അതിൽ ഹോമോ സാപ്പിയൻസ് വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒരുപാട് വന്നിട്ടുള്ള ചോദ്യമാണ്. വിവേകിയായ മനുഷ്യ വിഭാഗം ഏതായിരുന്നു എന്നും ഹോമോ സാപ്പിയൻസിന്റെ സവിശേഷത എന്താണെന്നും കോൺവേഡുകൾ വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ആദിമ മനുഷ്യ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കാം. അതിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ് ആദിമ മനുഷ്യ ജീവിതത്തിന്റെ സവിശേഷതകൾ വിശദമാക്കുക എന്ന് പറഞ്ഞിട്ട്. 3 സവിശേഷതകളാണ് ഉണ്ടായിരുന്നത്. ഭക്ഷണം നേടിയിരുന്ന മാർഗങ്ങൾ, അതുപോലെ തന്നെ വാസസ്ഥലങ്ങൾ, തീയുടെ ഉപയോഗം. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ ആദിമ മനുഷ്യർക്ക് ഉണ്ടായിരുന്നു, സവിശേഷതകളാണ്. അവർ ഭക്ഷണം തേടിയിരുന്ന മാർഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ മാർഗം വേട്ടയാടിയായിരുന്നു അവർ ഭക്ഷണങ്ങൾ കണ്ടെത്തിയിരുന്നത്. മൃഗങ്ങളെ വേട്ടയാടിയായിരുന്നു കണ്ടെത്തിയിരുന്നത്. രണ്ടാമത്തെ എന്താണ്? ചത്ത ജീവികളുടെ മാംസം, അതായത് മറ്റു ജീവികൾ പിടിച്ച് ഭക്ഷിച്ചിട്ട് കളഞ്ഞിട്ട് പോയ ചത്ത ജീവികളുടെ മാംസങ്ങൾ എടുത്ത് ഭക്ഷിച്ചിരുന്നു. പിന്നെ വിത്തുകൾ, കിഴങ്ങുകൾ, പഴങ്ങൾ മുതലായവയെല്ലാം അവർ ഭക്ഷിച്ചിരുന്നു. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഭക്ഷണം നേടിയിരുന്ന മാർഗങ്ങൾ ആദിമ കാലഘട്ടത്തിലായതുകൊണ്ട് എന്തായാലും നമുക്ക് വേട്ടയാടി അവർ ഭക്ഷണങ്ങൾ കണ്ടെത്തിയിരുന്നു. ചത്ത ജീവികളുടെ മാംസം ഉപയോഗിച്ചു. അതുപോലെ തന്നെ പഴങ്ങൾ, വിത്തുകൾ, കിഴങ്ങുകൾ മുതലായവ അവർ ഭക്ഷിച്ചിരുന്നു. ഇനി വാസസ്ഥലങ്ങൾ, അവരുടെ വാസസ്ഥലങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു? മരച്ചില്ലകൾ, മരങ്ങളിൽ കയറിയാണ് മറ്റുള്ള ക്ഷുദ്രജീവികളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി മരങ്ങൾക്ക് മുകളിൽ കയറിയായിരുന്നു അവർ വാസസ്ഥലങ്ങൾ കണ്ടെത്തിയിരുന്നത്. അതുപോലെ ഗുഹയ്ക്കുള്ളിൽ അവർ താമസിച്ചിരുന്നു. അതുപോലെ തുറസായ സ്ഥലങ്ങളിൽ അവർ താമസിച്ചിരുന്നു. തുറസായ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഒരുപാട് ദൂരം വരേക്കും മരങ്ങളോ മറ്റുള്ള മറവുകളോ ഇല്ലാത്ത തുറസായ സ്ഥലങ്ങൾ. അങ്ങനെ തുറസായ സ്ഥലത്താകുമ്പോൾ ദൂരെ നിന്ന് ഒരു ആന വരുന്നത്, അത് മറ്റു ക്ഷുദ്ര മൃഗങ്ങൾ വരുന്നത് അവർക്ക് മുൻകൂട്ടി തന്നെ കാണാനും രക്ഷപ്പെടാനുമുള്ള എളുപ്പമായിരുന്നു. അതുകൊണ്ട് തുറസായ സ്ഥലങ്ങളിൽ അവർ വാസസ്ഥലങ്ങളാക്കിയിരുന്നു. അതുപോലെ തന്നെ ഭക്ഷ്യവിഭവങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്ന സ്ഥലങ്ങളും അവര് വാസസ്ഥലമാക്കി. അതായത് എവിടെയാണോ ധാരാളം മാനുകൾ മുതലായ പോലുള്ള മൃഗങ്ങൾ ധാരാളമായി മേയാൻ വരുന്ന സ്ഥലം എവിടെയാണോ ആ സ്ഥലം അവർ വാസസ്ഥലമാക്കി. കാരണം ഭക്ഷണം കിട്ടാൻ എളുപ്പമുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ നിന്ന് ഭക്ഷണങ്ങൾ പെട്ടെന്ന് അവർക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ പഴങ്ങളും ധാന്യങ്ങളൊക്കെ ധാരാളമുള്ള മരങ്ങളൊക്കെ ഉള്ള കായ്കനികളുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് അവിടെ അവർ വാസസ്ഥലം വച്ചിരുന്നു. കാരണം അവിടെ നിന്ന് അവർക്ക് ഭക്ഷണം പെട്ടെന്ന് കിട്ടും. ദൂര സ്ഥലങ്ങളിൽ ഭക്ഷണം തേടി അലയേണ്ടി വരില്ല. അപ്പൊ ഭക്ഷ്യവിഭവങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ അവര് വാസസ്ഥലമായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഈ ഇത്രയും പോയിന്റ്സ് വാസസ്ഥലങ്ങളുടെ കേസിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ സവിശേഷതയാണ് തീയുടെ ഉപയോഗം. തീയുടെ ഉപയോഗം തീയുടെ ഉപയോഗം എന്ന് പറയുന്നത് ഗുഹകളിൽ അടുപ്പുകളുടെ കണ്ടെത്തൽ നടത്തിയിരുന്നു. അതായത് ഒരുപാട് ഗുഹകളിലെ അടുപ്പുകൾ കൂട്ടിയിരുന്നതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. അപ്പൊ അതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, തീ ഉപയോഗിച്ചിരുന്നു. ആദിമ മനുഷ്യർ തീ ഗുഹകളിൽ ഉപയോഗിച്ചിരുന്നു. എന്തിനു വേണ്ടിയായിരിക്കാം തീ ഉപയോഗിച്ചിരുന്ന? പ്രകാശത്തിനും ചൂടിനും പിന്നെ ഭക്ഷണങ്ങൾ പാകം ചെയ്യാനും ഒക്കെ അവർ തീ ഉപയോഗിച്ചിരിക്കാം. പ്രകാശം, ഗുഹയ്ക്കുള്ളിൽ വെട്ടം കിട്ടാനും അതുപോലെ ഗുഹയ്ക്കുള്ളിൽ നല്ല തണുപ്പുള്ള സമയങ്ങളിൽ ചൂട് കിട്ടാനും അതുപോലെ തന്നെ
ഭക്ഷണങ്ങളെ വേവിച്ചെടുക്കാൻ പാകം ചെയ്തെടുക്കാനും ഒക്കെ അവർ തീ ഉപയോഗിച്ചിരിക്കാം. പിന്നെ ശിലായുധം നിർമ്മിക്കാൻ ശിലായുധങ്ങൾ, അതായത് ഇരുമ്പ് കൊണ്ടുള്ള ശിലാ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പൊ ആ ഇരുമ്പിനെ ഷേപ്പ് വരുത്താനായി ചൂടാക്കി അടിച്ചു പരത്തിയാൽ അത് നമുക്ക് ആയുധങ്ങളുടെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഷേപ്പിലേക്ക് മാറ്റാനും തീ ഉപയോഗിച്ചിരുന്നിരിക്കാം. അപ്പൊ തീയുടെ ഉപയോഗം എന്തിനൊക്കെ വേണ്ടിയായിരുന്നു എന്ന് ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ സാധിക്കും. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. മനുഷ്യ ശിലായുധ നിർമ്മാണത്തിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം? അപ്പൊ എന്തിന്റെ ഉപയോഗങ്ങളാണ്? ശിലായുധങ്ങളുടെ ഉപയോഗങ്ങൾ. അപ്പൊ ഈ ശിലായുധങ്ങൾ എവിടെ നിന്ന് കിട്ടി? അതിനുള്ള തെളിവ് എത്യോപ്യ, കെനിയ മുതലായ പ്രദേശങ്ങളിൽ നിന്നും ഈ ശിലായുധങ്ങളുടെ തെളിവുകൾ, അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അത് മനുഷ്യ ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് എത്യോപ്യ, കെനിയ മുതലായ പ്രദേശങ്ങളിൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ആദ്യമായി ശിലായുധങ്ങൾ നിർമ്മിച്ചത് ആരാണ്? ആസ്ട്രലോപിത്തേക്കസ് ആണ്. അവർ കൂടുതലായി നിർമ്മിച്ച ശിലായുധം കുന്തം, അമ്പ് മുതലായ ശിലായുധങ്ങളായിരുന്നു കൂടുതലായി അവർ നിർമ്മിച്ചത്. അപ്പൊ ആരാണ് ആദ്യമായി കണ്ടുപിടിച്ചത്, നിർമ്മിച്ചെടുത്തത്? ആസ്ട്രലോപിത്തേക്കസ്. ഇനി കൂടുതലായി അവരെന്തിനാ, അതുപോലെ തന്നെ അവർക്ക് വേറെ ഒരു ചെയ്ത മറ്റൊരു പ്രത്യേകതയാണ് പറയുന്നത്, കൂടുതലായി കിട്ടിയ മാംസം, എല്ലുകൾ ആ മാംസത്തിൽ നിന്ന്, അതായത് അവർ വേട്ടയാടുന്ന സമയത്ത് കൂടുതൽ ജീവികളെ വേട്ടയാടാൻ പറ്റി. അവർക്ക് അന്നത്തെ ഭക്ഷണത്തിനെക്കാട്ടിലും കൂടുതൽ മൃഗങ്ങളെ വേട്ടയാടാൻ കഴിയുന്ന സമയത്ത് ആ ഭക്ഷണങ്ങൾ ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടി അവർ സൂക്ഷിക്കുമായിരുന്നു. എങ്ങനെ സൂക്ഷിക്കുമായിരുന്നു? അതിലെ എല്ലുകൾ നീക്കം ചെയ്ത് ഉണക്കി പുകച്ചാണ് അവര് സൂക്ഷിച്ചിരുന്നത്. അതായത് തീ കൂട്ടിയിട്ട് അതിലെ മുകളിലായിട്ട് മാംസത്തിന് ഒരു കമ്പിൽ കെട്ടി തൂക്കിയിട്ടിട്ട് അതിനെ ചൂട് കൊടുത്ത് ഉണക്കി അതിലെ പുകച്ച് കയറ്റി അങ്ങനെയായിരുന്നു അവർ ആ മാംസങ്ങൾ സൂക്ഷിച്ചിരുന്നത്. പിന്നീട് അവർ അത് ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. പിന്നെ മൃഗങ്ങളുടെ രോമം അവർ വസ്ത്രങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കുമായിരുന്നു. തണുപ്പിൽ നിന്ന് രക്ഷ നേടാനും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ട് അവർ വസ്ത്രങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. പിന്നെ സൂചിയുടെ കണ്ടുപിടുത്തമാണ് അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പുരോഗതി. അതായത് ശിലായുധ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പുരോഗതി എന്തിനെ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ സൂചിയുടെ കണ്ടുപിടുത്തമായിരുന്നു ശ്രദ്ധേയമായ പുരോഗതി ഉണ്ട്. പിന്നെ ഉളിയുടെ ഉപയോഗം. അവർ ശിലായുധങ്ങൾ ഉപയോഗിച്ച് ഉളികൾ നിർമ്മിച്ചിരുന്നു. ആ ഉളികൾ വെച്ച് എന്ത് ചെയ്യുമായിരുന്നു? മൃഗങ്ങളുടെ എല്ല്, മാൻകൊമ്പ്, ആനക്കൊമ്പ്, മരത്തടി മുതലായവയിൽ കൊത്തുപണികൾ ചെയ്ത് അല്ലെങ്കിൽ ചിലരുടെ ശരീരത്തിൽ തന്നെ ആഭരണങ്ങളായിട്ടൊക്കെ അവർ ഉപയോഗിക്കുമായിരുന്നു. ഇതിന്റെ എല്ലാം അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, കൊത്തുപണികൾ, അതിലെല്ലാം ധാരാളം കൊത്തുപണികൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർ ഉളി പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് കൊത്തുപണികൾ ചെയ്തിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ മനുഷ്യ ശിലായുധ നിർമ്മാണത്തിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം എന്ന ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കിട്ടിയ തെളിവ്, അത് എവിടെ നിന്ന് കിട്ടി, ശിലായുധം കിട്ടിയ തെളിവ് എത്യോപ്യ, കെനിയ മുതലായ പ്രദേശങ്ങൾ അത് കിട്ടി എന്ന് എഴുതണം. അത് കഴിഞ്ഞ് എഴുതേണ്ട ആദ്യമായി അത് നിർമ്മിച്ചത് ആരാണ്? ആസ്ട്രലോപിത്തേക്കസ്. അവർ നിർമ്മിച്ച ആയുധങ്ങളുടെ പേരെന്താണ്? കുന്തം, കൊമ്പ്, അമ്പ് മുതലായ സംഭവങ്ങൾ. പിന്നെ എന്താണ്? കിട്ടിയ മാംസത്തിന്റെ എല്ലുകളെല്ലാം നീക്കം ചെയ്ത് ഉണക്കി പുകച്ചവർ സൂക്ഷിച്ചിരുന്നു. പിന്നെ രോമങ്ങൾ ഉപയോഗിച്ചിരുന്നു വസ്ത്രങ്ങളായിട്ടും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുമായിട്ട്. പിന്നെ സൂചിയുടെ കണ്ടുപിടുത്തമാണ് ആ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത്. പിന്നീടുള്ളത് ഉളിയാണ്. ഉളി ഉപയോഗിച്ചിട്ട് എല്ലും മൃഗങ്ങളുടെ എല്ല്, പിന്നെ ആനക്കൊമ്പ്, മാൻകൊമ്പ്, മരത്തടി മുതലായവയിൽ കൊത്തുപണികൾ ചെയ്ത ആഭരണങ്ങളായിട്ടൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു. ഇത്രയാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. അടുത്തതായി നമുക്ക് മെസൊപ്പൊട്ടോമിയൻ സംസ്കാരം എന്താണെന്ന് പഠിക്കാം. ഇത് ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. മെസൊപ്പൊട്ടോമിയൻ സംസ്കാരത്തെ കുറിച്ച് വിവരിക്കുക എന്ന് പറഞ്ഞ ചോദ്യം വരും. അപ്പം ഈ മെസൊപ്പൊട്ടോമിയ എന്ന് പറയുന്ന പ്രദേശം ഇരിക്കുന്നത് ഇറാഖിലാണ്. അതൊരു പോയിന്റ് ആയിട്ട് എഴുതാം. ഇറാഖിലാണ് മെസൊപ്പൊട്ടോമിയ എന്ന് പറയുന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഈ മെസൊപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം നദികൾക്കിടയിലുള്ള പ്രദേശം. അത് രണ്ടാമത്തെ പോയിന്റ്. എന്താണ് മെസൊപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം? നദികൾക്കിടയിലുള്ള പ്രദേശം. അതായത് രണ്ട് നദികൾക്കിടയിലാണ് ഈ മെസൊപ്പൊട്ടോമിയ എന്ന് പറയുന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഒന്നാമത്തെ നദിയുടെ പേര് യൂഫ്രട്ടീസ്, രണ്ടാമത്തെ നദിയുടെ പേര് ടൈഗ്രീസ്. അതായത് യൂഫ്രട്ടീസിനും ടൈഗ്രീസിനും ഇടയിലാണ് മെസൊപ്പൊട്ടോമിയ എന്ന് പറയുന്ന പ്രദേശം നിലകൊള്ളുന്നത്. ഈ മെസൊപ്പൊട്ടോമിയയിലുള്ള പ്രധാന നഗരങ്ങളാണ് ഉർക്ക്, മാരി.
അപ്പൊ ഉറുക്ക്, മാരി എന്നീ പറയുന്ന നഗരങ്ങൾ, ഇതെല്ലാം നഗരങ്ങളാണ്. ഈ 3 നഗരങ്ങൾ, പ്രധാന നഗരങ്ങളും മെസപ്പൊട്ടോമിയയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ മെസപ്പൊട്ടോമിയയിലെ ജനങ്ങൾ എന്താ ഉപയോഗിച്ചിരുന്നു? വെങ്കലം ഉപയോഗിച്ചിരുന്നു. അവിടെ നിന്ന് കുഴിച്ചെടുത്ത അവശിഷ്ടങ്ങൾ, ഫോസിലുകളിൽ നിന്നും അവശിഷ്ടങ്ങളിൽ നിന്നും വെങ്കലത്തിലുള്ള പാത്രങ്ങളും മറ്റു ഉപകരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ വെങ്കലം എന്ന് പറയുന്നത് ചെമ്പും വെളുത്തീയവും ചേർത്ത മിശ്രിതമാണ് വെങ്കലം എന്ന് പറയുന്നത്. അപ്പൊ അതൊരു പോയിന്റ് ആയിട്ട് എഴുതാം. ചെമ്പും വെളുത്തീയവും ചേർത്ത മിശ്രിതമാണ് വെങ്കലം. അതുകൊണ്ട് ഈ വെങ്കലം അവർ ഉപയോഗിച്ചിരുന്നത് കൊണ്ട് വെങ്കല യുഗ സംസ്കാരം എന്നാണ് മെസൊപ്പൊട്ടോമിയയെ വിളിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് മെസൊപ്പൊട്ടോമിയയെ വെങ്കല യുഗ സംസ്കാരം എന്ന് വിളിച്ചിരുന്നത് എന്ന് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ, 1 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ വന്ന് എഴുതേണ്ട ഉത്തരം എന്താണ്? ആ മെസപ്പൊട്ടോമിയയിലെ ജനങ്ങൾ ചെമ്പും വെളുത്തീയവും ചേർത്ത മിശ്രിതമാണ് ഉപയോഗിച്ചിരുന്നത്. ആ മിശ്രിതത്തിനെ ചെമ്പെന്നാണ് വിളിച്ചിരുന്നത്, വെങ്കലം എന്നാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ട് ആ കാലഘട്ടത്തില് വെങ്കലം ഉപയോഗിച്ചിരുന്നത് കൊണ്ട് ആ സംസ്കാരത്തെ വെങ്കല യുഗ സംസ്കാരം എന്ന് വിളിച്ചു എന്ന് അത് നമുക്ക് ആൻസർ എഴുതാം. അതുപോലെ മെസപ്പൊട്ടോമിയ ഏത് നദികൾക്കിടയിലാണ് മെസപ്പൊട്ടോമിയ പ്രദേശം ഇരിക്കുന്നത് എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിച്ചാൽ എന്താ എഴുതാം? യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് എന്ന് പറയുന്ന ഈ 2 നദികൾക്കിടയിലാണ് മെസപ്പൊട്ടോമിയ ഇരിക്കുന്നത്. ഏത് രാജ്യത്താണ് മെസപ്പൊട്ടോമിയ ഉള്ളതെന്ന് ചോദിച്ചാൽ ഇറാഖ്. പിന്നെ മെസപ്പൊട്ടോമിയയുടെ അർത്ഥം എന്താണ്? മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നദികൾക്കിടയിലുള്ള പ്രദേശം. പിന്നെ എന്ന് പറയുന്ന നഗരം എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ അത് മെസപ്പൊട്ടോമിയ. ഉറുക്ക്, മാരി എന്നീ നഗരങ്ങൾ എവിടെയാണുള്ളതെന്ന് ചോദിച്ചാൽ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ മെസപ്പൊട്ടോമിയ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതാം. അതുപോലെ അപ്പൊ ഇത് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ കുറിച്ച് വിവരിക്കാൻ പറഞ്ഞാൽ എഴുതേണ്ട പോയിന്റ്സുകളാണ്. അതുപോലെ തന്നെ വേറൊരു ചോദ്യമുണ്ട്. എന്താണ്? മെസപ്പൊട്ടോമിയയിൽ ഒരു നാഗരിക സംസ്കാരം വളർന്നു വന്നതിൽ അവിടുത്തെ ഭൂമിശാസ്ത്രം വഹിച്ച പങ്ക് പരിശോധിക്കുക. ഭൂമിശാസ്ത്രം വഹിച്ച പങ്ക് പരിശോധിക്കുക. അതായത് മെസപ്പൊട്ടോമിയയില് പുൽമേടുകളുണ്ട്, സമതലങ്ങളുണ്ട്, നദികളുണ്ട്, അതുപോലെ തന്നെ മരുഭൂമികളുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞത് എങ്ങനെയുള്ളതാണ്? പുൽമേടുകളുണ്ട്, ഓർത്തു വയ്ക്കുക, പുൽമേടുകൾ, സമതലങ്ങൾ, മരുഭൂമികൾ, നദികൾ. ഈ പുൽമേടുകളിൽ ധാരാളം പുല്ലുകളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിച്ചു? അവർക്ക് കാലികളെ വളർത്താൻ സാധിച്ചു. കാലികൾ എന്തിനായിട്ട് അവർ ഉപയോഗിച്ചു? പാലിനും മാംസത്തിനുമായി കാലികളെ അവർ ഉപയോഗിച്ചിരുന്നു. അതുപോലെ സമതലങ്ങൾ ഉണ്ടായിരുന്നു. സമതലങ്ങൾ എന്ന് വെച്ചാൽ ഒരേ തലത്തിലുള്ള പ്രദേശങ്ങൾ. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യാൻ സാധിച്ചു? കൃഷി ചെയ്യാൻ സാധിച്ചു. ധാരാളം ഫലപുഷ്ടമായ മണ്ണുകൾ ഈ 2 നദികൾക്കിടയിലാണ്. ഈ നദിയിൽ നിന്ന് എക്കൽ മണ്ണുകൾ ധാരാളമായി അവിടെ കിട്ടിയിരുന്നു. അത് അവിടെ അവർക്ക് വെള്ളവും ജലസേചനവും അതേപോലെ കിട്ടുന്നു. വെള്ളത്തിന്റെ ലഭ്യതയും കൂടുതലായിട്ടുള്ളത് കൊണ്ട് കൃഷി ചെയ്യാൻ എളുപ്പമായിരുന്നു. അതുപോലെ തന്നെ നദികൾ ഉള്ളത് കൊണ്ട് മത്സ്യം ധാരാളമായി അവർക്ക് കിട്ടിയിരുന്നു. അപ്പം ഭക്ഷണത്തിന് മത്സ്യം ധാരാളമായി നദികളിൽ നിന്ന് അവർക്ക് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ മരുഭൂമികൾ കൊണ്ട് വേനൽക്കാലത്ത് ഈന്തപ്പഴം അവർക്ക് ധാരാളമായി മരുഭൂമിയിൽ നിന്ന് ലഭ്യമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഭക്ഷണത്തിനുള്ള ഒരുപാട് വഴികൾ അവിടെ ഉള്ളത് കൊണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു പ്രദേശമായതുകൊണ്ടാണ് ഈ മെസപ്പൊട്ടോമിയ സംസ്കാരം ഇവിടെ രൂപം കൊണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയണത്? മറ്റു പ്രദേശങ്ങളുമായുള്ള ഉൽപ്പന്നങ്ങളുടെ വിനിമയത്തിൽ ദക്ഷിണ മെസപ്പൊട്ടോമിയയിലെ ജനങ്ങൾ മുന്നിട്ട് നിന്നത് എന്തുകൊണ്ടാവാം? അതായത് വേറെ പ്രദേശങ്ങൾ, അത് ഇറാഖ്, തുർക്കി മുതലായ പ്രദേശങ്ങളിലുള്ള ആളുകളുമായിട്ട് കച്ചവടത്തില് ദക്ഷിണ മെസപ്പൊട്ടോമിയയിലെ ജനങ്ങളാണ് കൂടുതലായിട്ട് ഉൽപ്പന്നങ്ങളെല്ലാം കൈമാറിയിരുന്നത്, കച്ചവടം നടത്തിയിരുന്നത്. അത് എന്തുകൊണ്ടാവാം ദക്ഷിണ മെസപ്പൊട്ടോമിയയിലെ ജനങ്ങൾ അതിനുവേണ്ടി മുന്നിട്ട് നിന്നത് എന്നുള്ളതാണ് ഈ ചോദ്യം. നമുക്കറിയാം എന്താണ് മെസപ്പൊട്ടോമിയ എന്ന് പറയുന്ന പ്രദേശം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്ന് പറഞ്ഞ ഈ 2 നദികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുമാത്രമല്ല മെസപ്പൊട്ടോമിയയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഭക്ഷ്യവിഭവങ്ങളുടെ കാര്യത്തിൽ സമ്പന്നമായിരുന്നു. അതായത് നദികൾ ഉള്ളത് കൊണ്ട് മത്സ്യം ധാരാളമായി കിട്ടിയിരുന്നു. പുൽമേടുകൾ ഉള്ളത് കൊണ്ട്, ആ പ്രദേശത്ത് പുൽമേടുകൾ ഉള്ളത് കൊണ്ട് കന്നുകാലികളെ വളർത്താൻ പറ്റുമായിരുന്നു. ധാരാളം കന്നുകാലികളിൽ നിന്ന് പാലും മാംസവും കിട്ടുമായിരുന്നു. പിന്നെ സമതലങ്ങൾ ഉള്ളത് കൊണ്ട്, നദീതീരത്ത് നല്ല സമതലങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ കൃഷി ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ കൃഷി ഉൽപ്പന്നങ്ങൾ ധാരാളം കിട്ടുമായിരുന്നു. മരുഭൂമികൾ ഉള്ളത് കൊണ്ട് ഈന്തപ്പഴം മുതലായവ ധാരാളമായി കിട്ടുമായിരുന്നു. അതിനാൽ ഭക്ഷ്യവിഭവങ്ങളുടെ കാര്യത്തിൽ സമ്പന്നമായിരുന്നു. അതേസമയം ധാതു വിഭവങ്ങൾ കുറവായിരുന്നു. അവിടെ ധാതുക്കൾ, അതായത് സ്വർണം, വെള്ളി, ഇരുമ്പ്, ചെമ്പ് മുതലായ ധാതുക്കൾ
കിട്ടത്തില്ലായിരുന്നു. അവിടുത്തെ മണ്ണിൽ നിന്ന് ഖനനം ചെയ്താൽ ഇങ്ങനെയുള്ള ധാതുക്കളൊന്നും കിട്ടില്ലായിരുന്നു. അപ്പൊ അത് കുറവായിരുന്നു. അപ്പൊ ഇവർക്ക് എന്താണ്, വെങ്കലം മുതലായ കാര്യങ്ങൾ നിർമ്മിക്കണമെങ്കിൽ അതിന് ചെമ്പും മറ്റുള്ള ധാതുക്കൾ കിട്ടണം. അപ്പൊ ഈ വെങ്കലം നിർമ്മിക്കാനും ആയുധങ്ങൾ നിർമ്മിക്കാനും ഒക്കെ ധാതുക്കൾ ധാരാളമായി ആവശ്യമുണ്ട്. അപ്പൊ ചുറ്റുമുള്ള തുർക്കി, ഇറാഖ് മുതലായുള്ള പ്രദേശങ്ങളിൽ നിന്നും ധാതുക്കൾ ധാരാളമായി ഇവർ കച്ചവടം ചെയ്യുമായിരുന്നു. അപ്പൊ ധാതുക്കൾ വാങ്ങാൻ വേണ്ടി ഇവർ എന്ത് ചെയ്യുമായിരുന്നു? തുണിത്തരങ്ങൾ, കാർഷികോൽപ്പന്നങ്ങൾ എന്നിവ ഇറാൻ, തുർക്കി മുതലായ പ്രദേശങ്ങളുമായിട്ട് കച്ചവടം ചെയ്യും. ഇവർ ഇവിടെ നിന്ന് തുണിത്തരങ്ങളും കാർഷികോൽപ്പന്നങ്ങൾ, അതായത് മത്സ്യങ്ങള്, ആടുമാടുകള് മുതലായവയെല്ലാം ഇങ്ങോട്ട് കയറ്റി അയക്കും, തുർക്കിയിലോട്ടും ഇറാനിലോട്ടും. അപ്പൊ ഇറാൻ അയച്ചിട്ട് അവിടെ നിന്ന് എന്ത് തിരിച്ചു വാങ്ങും? തടി, ചെമ്പ്, വെള്ളി, സ്വർണം, ചിപ്പി, പിന്നെ പലതരം കല്ലുകൾ, പലതരം നമ്മൾ പറയും പോലെ വൈരക്കല്ലുകള്, അതുപോലെ തന്നെ പവിഴക്കല്ലുകൾ, അങ്ങനെയുള്ള കല്ലുകൾ, പലതരം കല്ലുകൾ, ഇതൊക്കെ ഇവര് ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്ന്, പ്രദേശങ്ങൾ, തുർക്കി മുതലായ, ഇറാഖ് മുതലായ, ഇറാൻ മുതലായ പ്രദേശങ്ങളിൽ നിന്നുമെല്ലാം കൈപ്പറ്റുമായിരുന്നു. അപ്പോൾ കൂടുതലും ഇതിനുവേണ്ടി വാണിജ്യത്തിനായി അവർ ഉപയോഗിച്ച നദി ദക്ഷിണ ഭാഗത്തൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസ് എന്ന് പറയുന്ന നദിയാണ്. അപ്പൊ ഈ ദക്ഷിണ ഭാഗത്ത് താമസിക്കുന്ന ജനങ്ങളായിരുന്നു ഈ നദിയിലൂടെയും ഇവിടെയുള്ള കനാലുകൾ വഴിയുമായിരുന്നു ഇവർ കച്ചവടം നടത്തിയിരുന്നത്. ജലസേചന മാർഗമായിരുന്നു അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് ദക്ഷിണ മെസപ്പൊട്ടോമിയയിലെ ജനങ്ങൾ മുന്നിട്ട് നിന്നത് എന്ന് പറയാൻ കാരണം. കാരണം ഈ ദക്ഷിണ ഭാഗത്തുള്ള ജനങ്ങളാണ് കൂടുതലും ഈ ഇറാൻ, ഇറാഖ് മുതലായ പ്രദേശങ്ങളിൽ നിന്നും തുർക്കിയിൽ നിന്നും ഒക്കെ കച്ചവടങ്ങൾ ചെയ്യുന്നത്, സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. അതെങ്ങനെയാണ്? നദീമാർഗങ്ങളിലൂടെ, ജലമാർഗങ്ങളിലൂടെയായിരുന്നു അവർ കച്ചവടം ചെയ്തിരുന്നത്. അപ്പൊ ഇതാണ് ഈ ചോദ്യത്തിന് എഴുതേണ്ട ഉത്തരം. എന്തൊക്കെയാണ് എഴുതേണ്ടത്? ദക്ഷിണ ഭാഗത്തുള്ള യൂഫ്രട്ടീസ് നദിയിലൂടെയും കനാലുകൾ വഴിയുമായിരുന്നു ദക്ഷിണ ഭാഗത്തുള്ള മെസപ്പൊട്ടോമിയ ജനങ്ങൾ കച്ചവടം നടത്തിയിരുന്നത്. കാരണം അവർക്ക് എന്തുണ്ട്? ഭക്ഷ്യവിഭവങ്ങൾ ധാരാളമായി ഉണ്ട്, എന്നാൽ ധാതു വിഭവങ്ങൾ വളരെ കുറവായിരുന്നു. ധാതു വിഭവങ്ങൾക്ക് വേണ്ടി ഇവർ ഭക്ഷ്യവിഭവങ്ങളും തുണിത്തരങ്ങളും ഒക്കെ കയറ്റി അയക്കുമായിരുന്നു. ജലസേചന മാർഗത്തിലൂടെ കച്ചവടം ചെയ്യുമായിരുന്നു. പകരം തിരിച്ചു വാങ്ങുന്നത് എന്തൊക്കെയാണ്? തടി, ചെമ്പ്, വെള്ളി, സ്വർണം, ചിപ്പി, പലതരം കല്ലുകൾ, ഇതൊക്കെയായിരുന്നു ഇവർ ഈ പറയുന്ന ഇറാൻ, തുർക്കി മുതലായ പ്രദേശങ്ങളിൽ നിന്ന് കച്ചവടം ചെയ്തത്. ഈ കച്ചവടം ചെയ്തത് മുഴുവൻ ദക്ഷിണ ഭാഗത്തുള്ള മെസപ്പൊട്ടോമിയൻ ജനങ്ങളായതുകൊണ്ടാണ് ദക്ഷിണ മെസപ്പൊട്ടോമിയയിലെ ജനങ്ങൾ മുന്നിട്ട് നിന്നതെന്ന് പറയാൻ കാരണം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണ്? മെസപ്പൊട്ടോമിയയിലെ നഗര ജീവിതത്തെ കുറിച്ച് വിവരിക്കുക. മെസപ്പൊട്ടോമിയയിലെ നഗര ജീവിതം, അവിടുത്തെ നഗരങ്ങളിലെ ജീവിതം എങ്ങനെയായിരുന്നു, അവിടുത്തെ മനുഷ്യരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഈ ചോദ്യത്തിൽ വിവരിക്കേണ്ടത്. നമുക്കറിയാം, രണ്ട് നദികൾക്കിടയിലാണ് മെസപ്പൊട്ടോമിയ എന്ന് പറയുന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഈ നദി, അതിന്റെ ദക്ഷിണ ഭാഗത്താണ് യൂഫ്രട്ടീസ് നദിയും മറുഭാഗത്ത് ടൈഗ്രിസ് എന്ന് പറയുന്ന നദിയുമാണ് ഉള്ളത്. ഈ ദക്ഷിണ ഭാഗത്താണ് കൂടുതലും ജനങ്ങൾ അധിവസിച്ചിരുന്നത്. നഗരങ്ങൾ രൂപം കൊണ്ടതും ഈ ദക്ഷിണ ഭാഗത്താണ്. ഈ മെസപ്പൊട്ടോമിയയുടെ രാജ്യ തലസ്ഥാനം എന്ന് പറയുന്നത് മാരിയാണ്. മറന്നു പോകരുത്, മാരിയാണ് രാജ്യ തലസ്ഥാനം. ഈ നഗരങ്ങളെ, അതായത് മെസപ്പൊട്ടോമിയയിലെ നഗരങ്ങളെ മൂന്നായി തിരിക്കാം. 3 തരം നഗരങ്ങളാണ് ഉള്ളത്. ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമായി വളർന്നു വന്ന നഗരങ്ങൾ, വ്യാപാര കേന്ദ്രങ്ങളായി വളർന്നു വന്ന നഗരങ്ങൾ, രാജകീയ നഗരങ്ങൾ. ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമായി വളർന്നു വന്ന നഗരങ്ങൾ. കൂടുതൽ മെസപ്പൊട്ടോമിയയിലെ ജനങ്ങൾ ക്ഷേത്ര നിർമ്മിതികൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങൾ മെസപ്പൊട്ടോമിയയിലുണ്ട്. കാരണം അവർ നല്ലൊരു ദൈവവിശ്വാസിയായിരുന്നു. കൂടുതലും ഇവർക്ക് ഭക്ഷ്യവിഭവങ്ങൾ ധാരാളം ലഭിച്ചതുകൊണ്ട് അവർ ദൈവത്തിൽ ഒരുപാട് വിശ്വസിച്ചിരുന്നു. ദൈവം അവർക്ക് ഇതെല്ലാം നൽകിയതായി കരുതി അവർ ക്ഷേത്രങ്ങൾ ധാരാളം നിർമ്മിച്ചിരുന്നു. അപ്പൊ ഈ ക്ഷേത്രങ്ങൾക്ക് ചുറ്റും കച്ചവടക്കാർ വരുന്നതിന് അതൊരു നഗരമായി മാറി. ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമായി വളർന്നു വന്ന നഗരങ്ങളാണ് ഒന്നാമത്തെ നഗരങ്ങൾ. രണ്ടാമത്തത് വ്യാപാര കേന്ദ്രങ്ങളായി വളർന്നു വന്ന നഗരങ്ങൾ. ചില പ്രദേശങ്ങൾ വ്യാപാര കേന്ദ്രങ്ങളായി മാറി. ആ ഭാഗങ്ങൾ, അവിടെ കെട്ടിടങ്ങൾ വരികയും അതൊരു നഗരമായി മാറുകയും ചെയ്തു. അതാണ് വ്യാപാര കേന്ദ്രങ്ങളായി വളർന്നു വന്ന നഗരങ്ങൾ. രാജകീയ നഗരങ്ങൾ, രാജാവിന്റെ വാസസ്ഥലങ്ങൾ, കൊട്ടാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നഗരങ്ങൾ, ആ പ്രദേശങ്ങൾ രാജകീയ നഗരങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ 3 തരം നഗരങ്ങളാണ് അവിടെ ഉണ്ടായത്. അവിടെ ഉണ്ടായിരുന്ന പ്രധാന മനുഷ്യരുടെ ജോലി എന്ന് പറയുന്നത് ഇടയന്മാരായിരുന്നു ഒരു വിഭാഗം. ഒരു വിഭാഗം വന്നിട്ട് കൃഷിക്കാര്,
ഒരു വിഭാഗം വന്നിട്ട് മത്സ്യബന്ധനം ചെയ്യുന്നവർ. അങ്ങനെ ഈ 3 വിഭാഗക്കാരായിരുന്നു കൂടുതലായും ഉണ്ടായിരുന്നത്. ഇടയന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്? കന്നുകാലികളെ വളർത്തുന്നവര്. കൃഷിക്കാർ, കൃഷിപ്പണി ചെയ്യുന്നവർ. മത്സ്യബന്ധനം ചെയ്യുന്നവർ, അതായത് ഈ പറയുന്ന യൂഫ്രട്ടീസ് നദിയിൽ നിന്നും ടൈഗ്രിസ് നദിയിൽ നിന്നും മത്സ്യബന്ധനം ചെയ്യുന്നവർ. ഇങ്ങനെ ഈ 3 വിഭാഗക്കാരായിരുന്നു മെസപ്പൊട്ടോമിയയിൽ ഉണ്ടായിരുന്നത്. ഈ 3 വിഭാഗക്കാർ തമ്മിൽ പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. അവർ തമ്മിൽ യുദ്ധങ്ങൾ വരെ നടക്കാറുണ്ടായിരുന്നു. ആ യുദ്ധത്തിൽ വിജയിക്കുന്നവർ രാജാക്കന്മാരായി മാറുമായിരുന്നു. ഈ രാജാക്കന്മാർ എന്ത് ചെയ്യും? അവിടെയുള്ള ജനങ്ങൾ, അവരുടെ സൈന്യങ്ങളെ ഉപയോഗിച്ച് ആ പ്രദേശത്തെ ജനങ്ങളെയും യുദ്ധത്തിൽ തോറ്റവരെയും കൊണ്ട് ക്ഷേത്രങ്ങളുടെ പണികൾ ചെയ്യിപ്പിക്കുമായിരുന്നു. ക്ഷേത്രങ്ങൾ നിർമ്മിക്കുവാനുള്ള പണികളെല്ലാം അവരെ കൊണ്ടായിരുന്നു ചെയ്യിച്ചിരുന്നത്. ഈ പോയിന്റ്സ് നിങ്ങൾ എഴുതണം. അത് കഴിഞ്ഞ് ഈ നഗരങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ നഗരം നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, വെള്ളപ്പൊക്ക ഭീഷണി എപ്പോഴും ഉണ്ടായിരുന്നു. അതായത് മഴക്കാലങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് യൂഫ്രട്ടീസ് നദിയിൽ നിന്നായിരുന്നു വെള്ളപ്പൊക്ക ഭീഷണികൾ ഉണ്ടാകാറുള്ളത്. പിന്നെ നദിയുടെ കൈവഴികൾ ഗതിമാറി ഒഴുകുന്നത്, അതൊരു പ്രശ്നമായിരുന്നു. അതായത് ഈ നദിക്ക് ഒരുപാട് കൈവഴികൾ ഉണ്ടായിരുന്നു. ആ കൈവഴികളുടെ ഗതി, അതായത് ഒരു ദിശയിലേക്ക് ഒഴുകുന്നത് ചില സമയങ്ങളിൽ ഗതിമാറി ഒഴുകുമ്പോൾ അത് നഗരങ്ങളിലേക്കൂടെ ആ വെള്ളം എത്തുകയും വെള്ളപ്പൊക്ക ഭീഷണികൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അതൊരു അവർ നേരിടുന്ന ഒരു പ്രശ്നമായിരുന്നു. പിന്നെ നദീജലം പാടത്തേക്ക് തിരിച്ചുവിടുന്നത്, ഈ ജലം കൃഷിസ്ഥലങ്ങളിലേക്ക് തിരിച്ചുവിടുമ്പോൾ അതും നിയന്ത്രിതാതീതമായി മാറുമ്പോഴത്തേക്ക് അതും അവിടെ ഉണ്ടാവുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു. നാലാമത്തെ എന്താണ്? എക്കൽ മണ്ണ് നീക്കം ചെയ്യാത്തത്. അതായത് ഈ നദിയുടെ 2 വശങ്ങളിലും ധാരാളം എക്കൽ മണ്ണ് നിക്ഷേപിക്കപ്പെടാറുണ്ട്. ഈ മണ്ണുകൾ നീക്കം ചെയ്യാത്തതും അവിടെ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ്. അങ്ങനെ അപ്പൊ നഗരങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ മാത്രമായിട്ടും ചോദിച്ചിട്ടുണ്ട്. അതായത് മെസപ്പൊട്ടോമിയൻ നഗരങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ എന്തൊക്കെ ഏതാ? യൂഫ്രട്ടീസ് നദിയിൽ ഉണ്ടാവുന്ന വെള്ളപ്പൊക്കം, യൂഫ്രട്ടീസ് നദിയുടെ നദിയുടെ കൈവഴികൾ ഗതിമാറി ഒഴുകുന്നത്, നദീജലം പാടത്തേക്ക് തിരിച്ചുവിടുന്നത്, എക്കൽ മണ്ണ് നീക്കം ചെയ്യാത്തത്. ഇത് 4ആണ് പ്രധാന പ്രശ്നങ്ങൾ. ഈ അതായത് ഈ മെസപ്പൊട്ടോമിയയിലെ ജനങ്ങൾ നഗര ജീവിതത്തിന് പ്രാധാന്യം നൽകിയിരുന്നു പ്രധാനമായും. കാരണം സമ്പത്ത് കൂടുതലും ഉണ്ടാകുന്ന നഗരങ്ങളിലാണ്. കാരണം പല പ്രദേശങ്ങളിൽ നിന്നും കച്ചവടത്തിന് ആളുകൾ വരുന്നത് നഗരങ്ങളെ കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് ഗ്രാമങ്ങളിലേക്ക് അല്ല വരുന്നത്. അതുകൊണ്ട് ഗ്രാമങ്ങളിൽ നിന്നുള്ളവർ പോലും അന്ന് നഗരങ്ങളിലാണ് താമസം ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് അവർ നഗര ജീവിതത്തിനാണ് പ്രാധാന്യം നൽകിയത്. അവർ താമസിക്കുന്ന സ്ഥലം നഗരമാക്കി മാറ്റാൻ, നഗരവൽക്കരണം ചെയ്യാനാണ് അവർ കൂടുതലും ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് പറയാനുള്ളത്, ഈ ക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ട നഗരങ്ങളുടെ പ്രധാന ഉറുക്കാണ് ക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ട നഗരം. അതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് മെസപ്പൊട്ടോമിയയിൽ ക്ഷേത്രങ്ങളായി ചുറ്റപ്പെട്ട നഗരം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഉറുക്കാണ്. അതുപോലെ ഈ ഉറുക്കിൽ ഒരു ശ്മശാനം കണ്ടെത്തിയിട്ടുണ്ട്. ഉറുക്ക് നഗരത്തിൽ ഒരു ശ്മശാനം ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ ശ്മശാനം എവിടെ, മെസപ്പൊട്ടോമിയയിലെ ഏത് നഗരത്തിലാണ് ശ്മശാനം ഉള്ളത് എന്ന് ചോദിച്ചാൽ അത് ഉറുക്ക് നഗരത്തിലാണ് ശ്മശാനം ഉള്ളത്. അപ്പൊ ആ പോയിന്റ് എഴുതാം. അത് കഴിഞ്ഞ് എന്താണ്, ഇവിടെ ധാരാളം നാടോടികൾ മെസപ്പൊട്ടോമിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായി ചിതറിക്കിടപ്പുണ്ടായിരുന്നു. അവർ പലരും നഗരങ്ങളിൽ വന്ന് താമസം ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വന്ന നാടോടികളാണ് അക്കാഡിയന്മാർ, അമോറൈറ്റുകൾ, അസീറിയന്മാർ, അർമേനിയക്കാർ. ഈ 4 വിഭാഗം നാടോടികളാണ് പ്രധാനമായിട്ടും മെസപ്പൊട്ടോമിയയിൽ ഉണ്ടായിരുന്ന നാടോടികൾ. ആരൊക്കെയാണ്? അക്കാഡിയന്മാർ, അമോറൈറ്റുകൾ, അസീറിയന്മാർ, അർമേനിയക്കാർ. ഇതുവരെയൊക്കെയാണ് നാടോടികൾ. അപ്പൊ ഇത് ഇത്രയും നിങ്ങൾ വിവരിച്ചു വെച്ചാൽ എന്തായി? അവിടുത്തെ നഗര ജീവിതത്തെ കുറിച്ചുള്ള വിവരണമായി. ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദികൾക്കിടയിലാണ് നമ്മൾ പറയുന്ന മെസപ്പൊട്ടോമിയ നഗരം സ്ഥിതി ചെയ്യുന്നത്, പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ആ മെസപ്പൊട്ടോമിയയുടെ തലസ്ഥാനമാണ് മാരി. ദക്ഷിണ ഭാഗത്താണ് മാരി സ്ഥിതി ചെയ്യുന്നത്. യൂഫ്രട്ടീസ് നദിയുടെ അടുത്തായിട്ട് വരും മാരി. അതുപോലെ തന്നെ ഇവിടെയുള്ള ജനങ്ങൾ ഇടയന്മാരും കൃഷിക്കാരും മത്സ്യബന്ധനം ചെയ്യുന്നവരുമായിരുന്നു. ഇവർക്കിടയിൽ സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ സംഘർഷം യുദ്ധത്തിൽ അവസാനിക്കുക. യുദ്ധത്തിൽ ജയിക്കുന്നവരാണ് അവിടുത്തെ രാജാക്കന്മാരായി മാറുന്നത്. ഈ രാജാക്കന്മാർ ആ പ്രദേശത്തെ ജനങ്ങളെയും
യുദ്ധത്തിൽ തോറ്റ മനുഷ്യരെയും കൊണ്ട് ക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുള്ള ജോലികളാണ് കൂടുതലായും ചെയ്തിരുന്നത്. ഈ ക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ട ഉറുക്ക് നഗരത്തിലാണ് ക്ഷേത്രങ്ങൾ ധാരാളമായുള്ളത്. അവിടെ ഒരു ശ്മശാനം ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. 3 തരം നഗരങ്ങളായിരുന്നു അവിടെ കൂടുതലായും ഉണ്ടായിരുന്നത്. ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമായി വളർന്നു വന്ന നഗരങ്ങൾ, വ്യാപാര കേന്ദ്രങ്ങളായി വളർന്നു വന്ന നഗരങ്ങൾ, രാജകീയ നഗരങ്ങൾ. നഗര ജീവിതത്തിനാണ് അവർ പ്രാധാന്യം നൽകിയത്. കാരണം നഗരത്തിലേക്കാണ് ധാരാളം കച്ചവടക്കാർ വരുന്നത്. അപ്പൊ ഇവരുടെ സാധനങ്ങളെല്ലാം കച്ചവടം ചെയ്യാനും ധാരാളം സമ്പാദിക്കുവാനും എല്ലാം പറ്റുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് നഗരങ്ങളാണ്. അതുകൊണ്ട് അവർ നഗര ജീവിതത്തിന് പ്രാധാന്യം നൽകി അവർ താമസിക്കുന്ന പ്രദേശം കൂടെ നഗരമാക്കി മാറ്റാനായിരുന്നു അവർ കൂടുതലും ശ്രമിച്ചിരുന്നത്. അതുപോലെ തന്നെ ആ മെസൊപ്പൊട്ടേമിയ പ്രദേശം ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്ന പ്രദേശങ്ങളായിരുന്നു. അവർ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ വെള്ളപ്പൊക്കം, അതായത് യൂഫ്രട്ടീസ് നദിയിൽ നിന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കം, യൂഫ്രട്ടീസ് നദിയുടെ കൈവഴികൾ ഗതിമാറി ഒഴുകുന്നത് ഒരു പ്രശ്നമായിരുന്നു. നദീജലം പാടത്തേക്ക് തിരിച്ചുവിടുന്നത് ഒരു പ്രശ്നമായിരുന്നു. എക്കൽ മണ്ണ്, അതായത് നദിയുടെ ഇരുവശങ്ങളിലും പിന്നെ ആ കൈവഴികളിലും ഒക്കെ ഉള്ള കൈവഴികൾ എന്ന് പറയുന്നത് ഈ നദിയുടെ സബ് ഡിവൈഡ് ആയിട്ട് പോകുന്ന നദിയുടെ കൈവഴികളിലൊക്കെ ധാരാളം എക്കൽ മണ്ണ് നിക്ഷേപം ഉണ്ടായിരുന്നു. ഈ എക്കൽ മണ്ണൊന്നും നീക്കം ചെയ്യാത്തത് അവിടെ നിന്ന് മാറ്റാത്തത് നീക്കം ചെയ്യാത്തതും ആ പ്രദേശം നേരിട്ട പ്രശ്നങ്ങളായിരുന്നു. ഒരുപാട് നാടോടികൾ അവിടെ താമസിച്ചിരുന്നു. അതവിടെ ഈ മെസൊപ്പൊട്ടേമിയ പ്രദേശത്ത് അങ്ങനെ താമസിക്കുന്ന പ്രധാന നാടോടികളാണ് അക്കാഡിയന്മാർ, അമോറൈറ്റുകൾ, അസീറിയന്മാർ, അർമേനിയക്കാർ. അപ്പം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അടുത്ത സെക്ഷൻ ക്യൂണിഫോം ലിപിയെ കുറിച്ചാണ്. എന്താണ് ക്യൂണിഫോം ലിപി എന്ന് നോക്കാം. ക്യൂണിഫോം ലിപിയെ കുറിച്ച് വിവരിക്കുക, അല്ലെങ്കിൽ എഴുത്തുവിദ്യയുടെ ആവിർഭാവത്തെ കുറിച്ച് വിവരിക്കുക. മെസൊപ്പൊട്ടേമിയക്കാരുടെ ഇതിലുണ്ടായ എഴുത്തുവിദ്യയുടെ ആവിർഭാവത്തെ കുറിച്ച് വിവരിക്കാനായിട്ട് ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ ക്യൂണിഫോം ലിപിയെ കുറിച്ച് ചോദ്യം ചോദിക്കാം. ഇത് ഏത് ചോദിച്ചാലും ഇതാണ് എഴുതേണ്ട ഉത്തരം. എന്താണ് ഈ ക്യൂണിഫോം ലിപി? അതായത് മെസൊപ്പൊട്ടേമിയയിൽ ധാരാളം കളിമണ്ണ് കിട്ടുമായിരുന്നു. അതായത് നദീ പ്രദേശമായതുകൊണ്ട് ധാരാളം കളിമണ്ണ് കിട്ടുമായിരുന്നു. ഈ നനഞ്ഞ കളിമണ്ണിനെ ഒരു പലകയുടെ ഷേപ്പിലാക്കിയിട്ട് അതിലാണ് അവർ അക്ഷരങ്ങൾ എഴുതി അതിനെ വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഫലകങ്ങൾ. എങ്ങനെയാണ് അവർ നിർമ്മിച്ചിരുന്നത്? നനഞ്ഞ കളിമൺ പലകയിൽ എഴുതി ഉണക്കി സൂക്ഷിച്ചായിരുന്നു അവർ ഈ ലിപികൾ, ക്യൂണിഫോം ലിപിയിൽ വാക്കുകളൊക്കെ എഴുതി സൂക്ഷിച്ചിരുന്നത്. ഇതിനെ ഫലകങ്ങൾ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അതിലുപയോഗിച്ചിരുന്ന അക്ഷരങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു? ചിത്രങ്ങളെ പോലെയുള്ള ചിഹ്നങ്ങളും പല പല ചിത്രങ്ങളായിട്ട് തോന്നിക്കുന്ന ചിഹ്നങ്ങളും അക്കങ്ങളുമായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ആ ഫലകങ്ങൾ അവർ എഴുതിയിരുന്ന അക്ഷരങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു? ചിത്രങ്ങളെ പോലെയുള്ള ചിഹ്നങ്ങളും അക്കങ്ങളുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് അതിനെ വിളിച്ചിരുന്ന പേര് ക്യൂണിഫോം എന്ന് അറിയപ്പെട്ടു. ആ ലിപിയെ ക്യൂണിഫോം എന്ന പേരിലാണ് വിളിക്കുന്നത്. അക്ഷരങ്ങൾക്ക് ആപ്പിന്റെ ആകൃതിയായിരുന്നു. അതായത് ഈ ആകൃതി, ഇങ്ങനെ ഒരു ആകൃതിയായിരുന്നു. അതായത് നമ്മൾ തടിയൊക്കെ മുറിക്കുമ്പോൾ തടി മുറിച്ച ശേഷം ആ തടി തിരിച്ച് ഒരുമിച്ച് ചേരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലൊരു സംഭവം വെച്ചു കൊടുക്കും. വെച്ചിട്ട് ചുറ്റിലിട്ട് അടിക്കുമ്പോഴത്തേക്ക് അത് പിളർന്ന് തന്നെ ഇരിക്കും, തിരിച്ച് ഒരുമിക്കാതിരിക്കും. അങ്ങനെ പിളർന്നിരിക്കാൻ വേണ്ടി നമ്മൾ അടിച്ചു വയ്ക്കുന്ന ഇതിനെ ആപ്പ് എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ആപ്പിന്റെ സിമ്പലുകൾ, ഇതിനെ തിരിച്ചും മറിച്ചും ഒക്കെ ഉള്ള സിമ്പലിട്ടാണ് അവരുടെ അക്ഷരങ്ങൾ ഉപയോഗിച്ചത്. അപ്പൊ ഈ ആപ്പിന്റെ ആകൃതി ആയതുകൊണ്ട് ഈ ആപ്പിനെയാണ് ക്യൂണിഫോം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ആ ലിപിയെ ക്യൂണിഫോം ലിപി എന്ന പേര് വരാനുള്ള കാരണം. അപ്പൊ ഒരു ചിഹ്നം, അതായത് ഇതുപോലെയുള്ള ഒരു ചിഹ്നം ഒരു അക്ഷരമായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മൾ ABCD എന്ന് എഴുതും പോലെ ഇതൊരു ചിഹ്നമായിരിക്കും, ഇതിന് വേറൊരു ചിഹ്നം, ഇതിന് വേറൊരു ചിഹ്നം, അങ്ങനെ ഓരോ ചിഹ്നങ്ങളും ഓരോ അക്ഷരങ്ങളായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. പ്രധാനമായിട്ട് ഇതിൽ എഴുതേണ്ട പോയിന്റ്, എന്തിനായിരുന്നു ഇവർ എഴുതിയിരുന്നത്? ഇവർ ഈ ലിപി ഉപയോഗിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ സാധനങ്ങളുടെ വിനിമയത്തിന്റെ രേഖകൾ സൂക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എഴുത്തുവിദ്യ ഉപയോഗിച്ചിരുന്നത്. അല്ലാണ്ട് പല സംസ്കാരത്തിലും വേറെ മറ്റു സംസ്കാരത്തിലും എന്താണ് കഥകളും കവിതകളും സാഹിത്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കഥകളോ സാഹിത്യങ്ങളോ ഒന്നും തന്നെ ഇവർ ക്യൂണിഫോം ലിപിയിൽ എഴുതിയിട്ടില്ല. അങ്ങനെയുള്ളതിന് വേണ്ടി അവർ ആ ലിപി ഉപയോഗിച്ചില്ല. അവർ പ്രധാനമായും ഈ ലിപി ഉപയോഗിച്ചത് എന്തിനായിരുന്നു? പലരും വന്ന് സാധനങ്ങൾ വാങ്ങാറുണ്ട്, തരാനായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ
ആരൊക്കെ വാങ്ങിച്ചു, എന്തൊക്കെ വിറ്റു എന്നുള്ളതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഇവരിത് രേഖപ്പെടുത്തി വയ്ക്കാനായിരുന്നു ഈ ക്യൂണിഫോം ലിപി ഉപയോഗിച്ചിരുന്നത്. അല്ലാണ്ട് വേറെ ചരിത്രങ്ങൾ എഴുതി വെക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവിടെ നിന്ന് കിട്ടിയ ഫലകങ്ങളെല്ലാം അങ്ങനെയുള്ളതായിരുന്നു. അപ്പൊ ഇത്രയാണ് ക്യൂണിഫോം ലിപിയെ കുറിച്ച് എഴുതാൻ ചോദിച്ചാൽ എഴുതേണ്ടത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. അവരുപയോഗിച്ച ഈ ക്യൂണിഫോം ലിപി എഴുതിയ ഫലകങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു? നനഞ്ഞ കളിമൺ പലകയിൽ നാരായമാണ്, അതൊരു കമ്പ് പോലുള്ള ഒരു സംഭവം, അത് വെച്ചാണ് ഈ ചിഹ്നങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ നാരായം എന്ന് ഇത് വെച്ചായിരുന്നു എഴുതിയിരുന്നത്. എഴുതിയ ശേഷം അത് ഉണക്കി സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു. ചിത്രങ്ങളെ പോലുള്ള ചിഹ്നങ്ങളും അക്കങ്ങളുമായിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്നത്. അതിനെ ക്യൂണിഫോം ലിപി എന്ന് വിളിച്ചിരുന്നു. അക്ഷരങ്ങൾക്ക് ആപ്പിന്റെ ആകൃതിയായിരുന്നു. അതുകൊണ്ടാണ് അതിന് ക്യൂണിഫോം ലിപി എന്ന പേര് വന്നത്. ഒരു ചിഹ്നം ഒരു അക്ഷരമായിട്ടായിരുന്നു അവർ കണക്കാക്കിയിരുന്നത്. പ്രധാനമായിട്ടും എന്തിനായിരുന്നു ഇവർ ഈ ലിപി ഉപയോഗിച്ചത്? സാധനങ്ങളുടെ വിനിമയത്തിന്റെ രേഖകൾ സൂക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എഴുത്തുവിദ്യ ഉപയോഗിച്ചിരുന്നത്. ഇതിൽ നിന്ന് ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻ വരും. അതായത് മെസപ്പൊട്ടോമിയക്കാർ ഉപയോഗിച്ചിരുന്ന ലിപിയുടെ പേരെന്തെന്ന് ചോദിച്ചാൽ ക്യൂണിഫോം ലിപി. അവരുപയോഗിച്ചിരുന്ന എഴുത്തുവിദ്യ എന്താണെന്ന് ചോദിച്ചാൽ അതും ക്യൂണിഫോം ലിപി. അതുപോലെ തന്നെ അവരുടെ ആ കളിമൺ പലയെ വിളിച്ചിരുന്ന പേരെന്ന് ചോദിച്ചാൽ ഫലകങ്ങൾ. അതുപോലെ തന്നെ എന്തിന്റെ ആകൃതിയായിരുന്നു? ക്യൂണിഫോം ലിപി എന്തിന്റെ ആകൃതിയായിരുന്നു ചോദിച്ചാൽ ആപ്പിന്റെ ആകൃതിയായിരുന്നു എന്ന് എഴുതണം. ഒരു ചിഹ്നം എത്ര അക്ഷരത്തെയാണ്? ഒരു അക്ഷരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ചിഹ്നം ഒരു അക്ഷരത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്? അപ്പൊ 4 ഓപ്ഷൻസ് തരാം. കവിതകൾ എഴുതാൻ, കഥകൾ എഴുതാൻ, അങ്ങനെ സാഹിത്യം എഴുതാൻ, സാധനങ്ങളുടെ വിനിമയത്തിന്റെ രേഖകൾ സൂക്ഷിക്കാൻ. അപ്പൊ അതിൽ ഏതായിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം? സാധനങ്ങളുടെ വിനിമയത്തിന്റെ രേഖകൾ സൂക്ഷിക്കാനായിരുന്നു അവർ ഈ ലിപി ഉപയോഗിച്ചിരുന്നത്. അല്ലാണ്ട് കവിത എഴുതാനോ കഥ എഴുതാനോ ഒന്നുമേ അല്ല. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കി ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതണം. അപ്പൊ ഇത് നിങ്ങൾ ക്യൂണിഫോം ലിപിയെ കുറിച്ച് ചോദിച്ചാൽ ഇത് എഴുതാൻ പറ്റുമെന്ന് കരുതുന്നു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യകാല സമൂഹങ്ങൾ എന്ന പാഠത്തിലെ അവസാനത്തെ സെക്ഷനാണ്. ഈ അവസാനത്തെ സെക്ഷനിൽ എന്താണ് പറയുന്നത്? മെസപ്പൊട്ടോമിയക്കാരുടെ ശാസ്ത്ര രംഗത്ത് അവർ കൈവരിച്ച നേട്ടങ്ങളാണ്. അത് ഒരു ചോദ്യമായിട്ട് ചോദിക്കാം. മെസപ്പൊട്ടോമിയക്കാർ ശാസ്ത്ര രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ വിവരിക്കുക. എന്തൊക്കെയാണ് അവർ കൈവരിച്ച നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ, ഗണിതശാസ്ത്രം അതായത് മാത്തമാറ്റിക്സ്, ഗണിതശാസ്ത്രത്തിൽ അവർ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചു. അതായത് ഗുണനം, ഹരണം, ക്ഷേത്രഗണിതം, വർഗമൂലം, കൂട്ടുപലിശ മുതലായ മാത്സ് ഉപയോഗിച്ചുള്ള, കണക്ക് ഉപയോഗിച്ചുള്ള കാര്യങ്ങളെല്ലാം അവർ കണ്ടെത്തിയിരുന്നു. അപ്പൊ അതൊരു പോയിന്റ് ആയിട്ടിരുന്നു. ഗണിതശാസ്ത്രം അവർ കണ്ടുപിടിച്ചിരുന്നു. അതിൽ ഗുണനം, ഹരണം, ക്ഷേത്രഗണിതം, വർഗമൂലം, കൂട്ടുപലിശ മുതലായവ അവർ കണ്ടെത്തിയിരുന്നു. പിന്നെ കാലം കണക്കാക്കൽ അവരെങ്ങനെയായിരുന്നു സമയം കണക്കാക്കിയിരുന്നെന്ന് വെച്ചാൽ, ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ഭ്രമണം വെച്ചിട്ടാണ്. ചന്ദ്രന്റെ സ്ഥാനം, ഭൂമിയിൽ ചന്ദ്രന്റെ സ്ഥാനം വച്ചിട്ട് ദിവസങ്ങളും വർഷങ്ങളും മാസങ്ങളും ആഴ്ചകളും ഒക്കെ അവര് ഗണിച്ച് കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് വെച്ചാൽ, അവരുടെ ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസം. ഇപ്പോഴുള്ള നമ്മുടെ വർഷം പോലെ തന്നെ ഒരു വർഷം 12 മാസം, ഒരു മാസം 4 ആഴ്ച, ഒരു ദിവസം എന്നത് 24 മണിക്കൂർ. നമുക്ക് അങ്ങനെ തന്നെ ഒരു ദിവസം എന്താണ്? 24 മണിക്കൂറാണ്. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ്. അപ്പൊ നമ്മുടെ ആ ഒരു ഇത് തന്നെ നമുക്ക് അവിടെ എഴുതാം. കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ആ സംഭവങ്ങൾ തന്നെ അങ്ങ് എഴുതാം. ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസം, ഒരു മാസത്തിൽ 4 ആഴ്ച, ഒരു ദിവസം 24 മണിക്കൂർ, ഒരു മണിക്കൂർ 60 മിനിറ്റ്. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചാൽ മതി, നിങ്ങൾക്ക് പോയിന്റ്സ് എഴുതാൻ പറ്റും. ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. ഗണിതശാസ്ത്രം അറിയാം. ഗണിതശാസ്ത്രത്തിൽ എന്തൊക്കെയാണുള്ളത്? ഗുണനമുണ്ട്, ഹരണമുണ്ട്, അതെല്ലാം നമ്മൾ അറിയാവുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ അതല്ലാണ്ട് അവർ കണ്ടുപിടിച്ച മറ്റൊരു കാര്യമാണ്, നക്ഷത്രങ്ങളെയും നക്ഷത്ര സമൂഹങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി സ്ഥാനം രേഖപ്പെടുത്തിയിരുന്നു. അതായത് കിഴക്ക്, തെക്ക്, വടക്ക് മുതലായ സ്ഥാനങ്ങൾ, ദിശകൾ, ഇതെല്ലാം അവർ രേഖപ്പെടുത്തിയിരുന്നത് ആകാശത്ത് വരുന്ന നക്ഷത്രങ്ങളെയും നക്ഷത്ര സമൂഹങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് സ്ഥാനങ്ങൾ രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാം ധ്രുവ നക്ഷത്രം എന്ന് പറയുന്ന ഒരു നക്ഷത്രമുണ്ട് അല്ലെ. ധ്രുവ നക്ഷത്രത്തിലെ വെച്ചിട്ട് നമുക്ക് കപ്പൽ യാത്രക്കാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ദിശകൾ എവിടെയാണെന്നുള്ളത് അറിയാൻ പറ്റും. അതുപോലെ ഇവർ നക്ഷത്രങ്ങളും നക്ഷത്ര സമൂഹങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി സ്ഥാനം രേഖപ്പെടുത്തിയിരുന്നു. അപ്പൊ ഇതാണ് മെസപ്പൊട്ടോമിയക്കാർ ശാസ്ത്ര രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ. ഒന്നുകൂടെ പറഞ്ഞു തരാം. എന്താണ്? ഗണിത ശാസ്ത്ര രംഗത്താണ് അവർ ധാരാളം കാര്യങ്ങൾ കൈവരിച്ചത്. ഉദാഹരണത്തിന് ഗുണനം
അവർ കണ്ടുപിടിച്ചിരുന്നു. ഹരണം കണ്ടുപിടിച്ചിരുന്നു. ക്ഷേത്രഗണിതം, വർഗമൂലം, കൂട്ടുപലിശ ഇതെല്ലാം അവർ ഉപയോഗിച്ചു. ഇതെല്ലാം അവർ ഉപയോഗിച്ചത് ക്യൂണിഫോം ലിപി ഉപയോഗിച്ചിട്ടായിരുന്നു. ക്യൂണിഫോം ലിപി ഉപയോഗിച്ച് ഫലകങ്ങളിൽ രേഖപ്പെടുത്തിയായിരുന്നു ഇവർ പ്രോബ്ലംസ് എല്ലാം ചെയ്തിരുന്നത്. അതുപോലെ തന്നെ കാലം കണക്കാക്കാൻ അവർക്ക് ഉള്ള കഴിവുണ്ടായിരുന്നു. എന്തിന്റെ ബേസിലായിരുന്നു? ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ഭ്രമണം വെച്ചിട്ടായിരുന്നു അവർ കാലം കണക്കാക്കിയിരുന്നത്. അവരുടെ കാലക്രമത്തിൽ ഒരു വർഷം എന്നുള്ളത് 12 മാസമാണ്, ഒരു മാസം എന്നതില് 4 ആഴ്ചയാണ്, ഒരു ദിവസം എന്നത് 24 മണിക്കൂറും ഒരു മണിക്കൂർ 60 മിനിറ്റുമായിരുന്നു. അതുപോലെ തന്നെ നക്ഷത്രങ്ങളെയും നക്ഷത്ര സമൂഹങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി സ്ഥാനം രേഖപ്പെടുത്തിയിരുന്നു. അപ്പം ഈ ഒരു സെക്ഷനും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ചാപ്റ്ററിലുള്ള എല്ലാ ഏരിയയും കവർ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.